ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെജ് ലോലിപോപ്പിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ കൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മാത്രമല്ല വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. കഴിക്കാൻ നേരത്ത് ഒരു ചെറു ചൂടോട് കൂടി നല്ലൊരു സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്നാക്സിന് വേണ്ടി ആദ്യം തന്നെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായിട്ട് വന്നപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലിന് പകരം വെളിച്ചെണ്ണയാണെന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കയ്യിൽ ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊന്നും ചേർക്കണ്ട. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് തന്നെ ഒന്നിങ്ങ് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ ഒരു ചെറിയൊരു സവാള പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി പതുക്കെ ഒന്നിങ്ങ് വഴന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ സവാളയും കൂടി പതുക്കെ ഒന്നിങ്ങ് വാടി വന്നിട്ടുണ്ട്. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എടുത്ത മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ജീരകം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ കുറച്ച് ക്യാബേജും പൊടിയായിട്ട് ഒന്നിങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ബീൻസും അതേപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറി എല്ലാം ആ പൊടികളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയൊന്നും വേണ്ട. എല്ലാം തീരെ കനം കുറച്ച് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തും അരിഞ്ഞു കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങ് വെന്ത് വന്നോളും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഒന്നിങ്ങ് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വേവുള്ളതൊന്നുമല്ലല്ലോ, എല്ലാം പെട്ടെന്നൊന്ന് കുക്കായി വരുന്നതാണ്. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അത് മതി. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഒരു 5-6 മിനിറ്റിന് ശേഷം നല്ലോണം ചൂടൊക്കെ കയറി നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മതിയാവും. ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞോ അങ്ങനെയൊന്നും തന്നെ പോയിട്ടില്ല. ആ പാകത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് ആ വലിയ ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ മിക്സ് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് കോട്ടിങ്ങും കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം അല്ലെങ്കിൽ ഒരു 2 നുള്ള കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. പതുക്കെ ആ കളറൊന്ന് മാറി വരാൻ വേണ്ടി അത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരുപാട് കൂടിയും പോകരുത്, അതേപോലെ തന്നെ ഒരുപാടങ്ങ് കുറഞ്ഞും പോകരുത്. കേട്ടോ, ഈ ഒരു കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇതാകുമ്പോൾ ഒന്നങ്ങ് നന്നായിട്ട് മുക്കിയെടുക്കാനായിട്ട് കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ മിക്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണ് ഇതറിയാൻ പറ്റും. നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കാവുന്ന ഒരു ചെറിയ ചൂടുണ്ട്, അത് മതി. ഇതിനകത്തേക്ക് മീഡിയം സൈസുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ശരിക്കും ഒന്ന് കൈവച്ച് ഉടച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഉണങ്ങിയ ജാറിലിട്ട് ശരിക്കും ഒന്നിങ്ങ് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ബ്രെഡും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. എല്ലാം കൂടി കൈവച്ച് ശരിക്കും ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങും ആ പച്ചക്കറിയും മല്ലിയിലയും ബ്രെഡ് ക്രംസും എല്ലാം നല്ലോണം തന്നെ ഒന്നിങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കയ്യിലൊക്കെ ഒന്നിങ്ങ് എടുത്ത് പിടിക്കാവുന്ന, അതായത് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ടത് ചീസാണ്. അപ്പം ഞാനിവിടെ അമുലിൻ്റെ ഇതേപോലുള്ള ക്യൂബായിട്ടുള്ള ചീസായിട്ട് എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊസറല്ല ചീസാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതേപോലെ ക്യൂബ് എടുത്ത് 4ആയിട്ട് ഒന്നുങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചീസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നേരെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി ബ്രെഡ് ക്രംസിലും നമ്മുടെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാവുമ്പോൾ കാണാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ കഴിക്കുമ്പോൾ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ആ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ചീസിൻ്റെ ഓരോ ക്യൂബ് എടുത്ത് ഇതേപോലെ അങ്ങ് കുത്തി കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സൊക്കെ കയ്യിൽ കുറച്ച് എടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി നമ്മുടെ ചീസിൻ്റെ ക്യൂബും ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്നങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒട്ടും തന്നെ നമ്മുടെ ചീസൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ലോണം തന്നെ ഒന്നങ്ങ് കവർ ചെയ്ത് നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ വിരുന്നുകാരൊക്കെ വന്ന് ഒന്ന് സെർവൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്കിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ബോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ സ്പൂൺ ഉണ്ടാവുമല്ലോ, അതാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. എല്ലാം ഇതേപോലെ തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, 8 എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കാണുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു നല്ല ഭംഗിയില്ലേ. അപ്പോൾ കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ആ ഒരു കോട്ടിങ്ങിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നല്ലോണം ഒന്നങ്ങ് കോട്ട് ചെയ്ത് നമുക്ക് നേരെ അങ്ങ് ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ മൈദയുടെ മിക്സും ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം മൈദയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ച് നല്ലോണം എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജ് ലോലിപോപ്പ് 8 എണ്ണം നല്ലോണം തന്നെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നെടുത്ത് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്ത് 2 വശം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ പതുക്കെ ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുവാണ്. മറുവശവും കൂടി അതേപോലെ ഇങ്ങ് മൊരിഞ്ഞ് വരുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഒട്ടും തന്നെ കളറൊന്നും മാറാതെ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകാതെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങ് ബാക്കി എല്ലാം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ബാച്ചും പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ വെജ് ലോലിപോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതാണോ അത് ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഐസ്ക്രീം സ്റ്റിക്കും അതേപോലെ തന്നെ നമ്മുടെ ചീസും ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. കാണാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടില്ലേ. ശരിക്കും നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരുപാട് തണുത്തൊന്നും പോവാതെ ഒരു ചെറു കൂടി സോസിൻ്റെയും അതേപോലെ തന്നെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ചൂടും പലഹാരമൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.